ഹായ് ഫ്രണ്ട്സ്, നമുക്ക് വീട്ടിൽ തന്നെ ഒരു സോപ്പ് ഉണ്ടാക്കിയാലോ? വീട്ടിലെ രണ്ട് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ സോപ്പ് ഉണ്ടാക്കിയത്. നമ്മൾ പുറത്തൊക്കെ പോയി വന്നാൽ നമ്മുടെ മുഖത്ത് സൺടാനൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ ഈ സോപ്പിനെ കൊണ്ട് കഴിയുമെന്ന് തോന്നിയിട്ടോ. പിന്നെ ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം, ഇതൊരിക്കലും വെളുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സോപ്പല്ലേ. ഇത് തേച്ച് കഴിഞ്ഞാൽ വെളുക്കുന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ നമ്മുടെ മുഖത്ത് ഉള്ള സൺടാനൊക്കെ മാറ്റാൻ വേണ്ടി ഈ സോപ്പിനെ കൊണ്ട് പറ്റൂ കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. വീട്ടിലുള്ള രണ്ട് ചേരുവകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് കറ്റാർവാഴ, ഒന്ന് മഞ്ഞളുമാണ് കേട്ടോ ഉപയോഗിച്ചത്. അപ്പോൾ കറ്റാർവാഴേൻ്റെ ആ മഞ്ഞ പ്യൂരിയൊക്കെ മാറിയതിന് ശേഷം അതിൻ്റെ ജെല്ല് മാത്രം എടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് നാടൻ മഞ്ഞളും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് സോപ്പ് ബേസ് ചെറിയ ക്യൂബുകളായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം അതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് എടുക്കുക. ഈ ചെറിയ ക്യൂബുകളാക്കുന്നത് പെട്ടെന്ന് മെൽറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചെറിയ ക്യൂബുകളാക്കിയാൽ പെട്ടെന്ന് തന്നെ അത് മെൽറ്റായിട്ട് കിട്ടും. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് യോജിപ്പിക്കുക. ഞങ്ങൾ ഈ സോപ്പ് ബേസ് മേടിച്ചത് മീഷോന്നാണ് കേട്ടോ. ഒരു അറൗണ്ട് ഒരു 100 സംതിങ് അത്രയാണ് ഇത് വാങ്ങിയപ്പോൾ ആയത്. കുറച്ചായി ഇത് വാങ്ങിയിട്ട്, അപ്പോൾ അതിൻ്റെ കറക്റ്റ് പ്രൈസ് ഞാൻ മറന്നുപോയേ. എന്നിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഇവിടെ അതിന് കറക്റ്റായിട്ടുള്ള സോപ്പ് ഒഴിച്ച് വെക്കാനുള്ള പാത്രം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണ് കേട്ടോ ഉപയോഗിച്ചത്. അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിലും കൂടെ തടവിയതിന് ശേഷമാണ് ഈ മിക്സ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് അത് തണുക്കാൻ വേണ്ടി വിടുക. ഇപ്പം ഇതിന് അതിൻ്റെ ഒരു ചെറിയ കഷ്ണം കണ്ടില്ലേ, അത് ഞങ്ങൾ ആദ്യം തന്നെ ഉപയോഗിച്ചതിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എടുക്കുന്നത്. കാരണം ഇതിന് വല്ല അലർജിയോ പിന്നെ സോപ്പ് നന്നായിട്ട് ഫോം ആവുന്നുണ്ടോ, എത്ര സമയം വരെ ഒരു സോപ്പ് എടുത്താൽ നിൽക്കും, അതൊക്കെ നോക്കിയതിന് ശേഷമാണ് കേട്ടോ ഞങ്ങളിപ്പോൾ അവസാനം ഈ വീഡിയോ ചെയ്യുന്നത്. ഈ സോപ്പ് ആദ്യം ഉപയോഗിച്ച പോർഷൻ ഞങ്ങൾക്ക് ഏകദേശം ഒരു 2 ആഴ്ച വരെ ഒരാൾ ഉപയോഗിച്ചപ്പോൾ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഈ സോപ്പ് പതയുന്നുണ്ട്. നമ്മളൊരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എത്രത്തോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് അറിയണമല്ലോ. അപ്പം നന്നായിട്ട് സോപ്പിനെ പോലെ തന്നെ ഇത് നന്നായിട്ട് പതയുന്നുണ്ട്. ഉണ്ടാക്കിയതാണെന്ന് കരുതിയിട്ട് പതയാതെ ഒന്നും ഇരിക്കുന്നിട്ടില്ല കേട്ടോ. പിന്നെ ഇത് മുഖത്തോ എവിടെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഈ സോപ്പ്. പിന്നെ ഇതിന് മണമില്ല. ഈ സോപ്പിന് നമ്മൾ മണത്തിന് വേണ്ടിയിട്ട് ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല. അങ്ങനെ ഒരു പോരായ്മ എന്തായാലും സോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്മെല്ലാണല്ലോ ആദ്യം നമ്മൾ കരുതുക. അതെന്തായാലും ഇതിനില്ല. ഇതിന് ആ മഞ്ഞളുടെ ഒരു സ്മെല്ല് തന്നെയാണ് കേട്ടോ മുന്നിലേക്ക് നിൽക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് അതിലേക്ക് സ്മെല്ല് ആഡ് ചെയ്താൽ മതി. പക്ഷെ ഞങ്ങളിത് അതൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ആർക്കെങ്കിലും സോപ്പൊക്കെ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി